ഈ ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങളിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കും, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കും. പക്ഷേ ഒരിക്കലും നാം ആത്മഹത്യയിലേക്ക് ഒരു മനുഷ്യനും ചിന്തിച്ചു പോകരുത്. ആത്മഹത്യയെക്കുറിച്ച്, അതിൻ്റെ പാപത്തെക്കുറിച്ച്, ആ പാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമുക്ക് നല്ലവണ്ണം അറിയാവുന്നവരാണ്. ആത്മഹത്യ പാപകരമായി തീർന്നത് ആത്മഹത്യ എന്ന പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തൗബ ചെയ്യാനുള്ള അവസരമില്ല, പിന്നെ പശ്ചാത്തപിക്കാനുള്ള അവസരമില്ല. ആ തിന്മയോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മേൽ നിഷിദ്ധമാക്കിയ ആ ഒരു പാപം ചെയ്തുകൊണ്ട് ആണ് നീ നിന്റെ മരണത്തെ തിരഞ്ഞെടുക്കുന്നത്. നിനക്ക് പിന്നെ പശ്ചാത്തപിക്കാൻ പറ്റൂല, അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ പറ്റൂല, വലിയ പാപമാണ്. അതുകൊണ്ട് എപ്പോഴും ഏത് കണക്കെടുത്താലും, ആരെല്ലാം ഏതെല്ലാം റിസർച്ച് നടത്തിയാലും ഏറ്റവും അധികം ആത്മഹത്യ കുറവുള്ളത് അല്ലെങ്കിൽ ആത്മഹത്യ ഇല്ലാത്തത് അത് മുസ്ലിം സമുദായത്തിലാണ് എന്ന് എല്ലാവരും പരക്കെ അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്ന് അവസ്ഥകൾ മാറി മറിയുകയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പാവപ്പെട്ട ഉസ്താദ്, അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ച മാർഗത്തിലൂടെ ജീവിക്കുക. ലോണിൻ്റെയും പലിശയുടെയും ഒക്കെ പിറകിലേക്ക് പോയി കഴിയുമ്പോൾ വലിയ ചതികളിലേക്കും വഞ്ചനകളിലേക്കും അകപ്പെട്ടു പോവുകയാണ്. നമ്മളുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുക. ഒരു വ്യക്തി വന്നുകൊണ്ട് നമ്മളെടുത്ത് പറയുക, ഞാനിത് ആത്മഹത്യ ചെയ്യാൻ പോവാ കേട്ടോ, എനിക്ക് ജീവിക്കാനൊരു നിവർത്തിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കരുതുക? അവൻ ചുമ്മാ പറയുന്നതായിരിക്കും, അവൻ വെറുതെ പറയുന്നതായിരിക്കും. അങ്ങനെ എത്രയോ ആളുകളെ അദ്ദേഹം സമീപിച്ചിട്ടുണ്ടാകും. പക്ഷേ പലിശ എടുത്തിരിക്കുകയാണ്, ആ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തിലാണ് അകപ്പെട്ടത് എന്ന് സമൂഹം അറിഞ്ഞാലുള്ള നാണക്കേടുകളും ഒക്കെ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം. ആർക്കും പലിശയ്ക്ക് വേണ്ടി പണമെടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളുടെയൊക്കെ മഹല്ല്, നമ്മളുടെയൊക്കെ ജമാഅത്ത്, നെടുങ്കണ്ടം ജുമാ മസ്ജിദൊക്കെ ആ കാര്യത്തിൽ വളരെ മാന്യമായ, നമ്മളുടെ സാഹചര്യത്തിലും നമ്മളുടെ ചുറ്റുപാടിലും നിന്നുകൊണ്ട് ഒരാളെ സഹായിക്കുവാൻ, ഒരാൾക്കൊരു ബിസിനസ് തുടങ്ങുവാൻ, ഒരാൾക്കൊരു ഉപജീവന മാർഗം എന്തെങ്കിലും ആരംഭിക്കുവാൻ, അങ്ങനെ തുടങ്ങി ഓരോ ആവശ്യങ്ങൾക്ക് ഒത്തിരി അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നതല്ല, അവർക്ക് ആവശ്യമുള്ളതും എന്നാൽ മഹല്ലിന് കൊടുക്കാൻ കഴിയുന്നതുമായ നിലയിലൊക്കെ ഒരു മാന്യമായ ഒരു സംഖ്യയൊക്കെ കൊടുക്കാറുണ്ട്. അതൊക്കെ ഒരു പരസ്പര സഹകരണമാണ്, അതൊക്കെ ഒരു ചാരിറ്റിയാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അത് തന്നെയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നമ്മളുടെ മഹല്ല് അത്തരം നന്മയുള്ള കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് അഭിമാനത്തോടുകൂടെ തന്നെ പറഞ്ഞുകൊണ്ട് പറയട്ടെ. പിറവത്ത്, ഈ പിറവം എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു വ്യക്തി, അയാൾ തൻ്റെ ഭാര്യയെയും 6 വയസ്സും 2 വയസ്സും പ്രായമുള്ള 2 പിഞ്ചു മക്കളെയും പിടിച്ചുകൊണ്ട് അയാൾ ആറ്റിലേക്കെടുത്ത് ചാടി. 4 പേരും മരിച്ചു, 2 പിഞ്ചു കുഞ്ഞുങ്ങളടക്കം, ഭാര്യയടക്കം. എന്താണ് അതിന് കാരണമെന്നല്ലേ? അതിൻ്റെ കാരണം പട്ടിണിയായിരുന്നു അത്രേ, അതിൻ്റെ കാരണം ദാരിദ്ര്യമായിരുന്നു അത്രേ. അതെ, നമ്മളെല്ലാവരും നമ്മളുടെ കേരളത്തെക്കുറിച്ച് വളരെയധികം സന്തോഷത്തോടെയും അഭിമാനത്തോടെയും നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പട്ടിണി കിടക്കുന്നവരുണ്ട്, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് എന്ന യാഥാർത്ഥ്യം, അതെ, അന്ന് നമ്മളുടെ ഇന്ത്യയെ പടത കെട്ടിമറച്ചതുപോലെ നമ്മളുടെ ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പരസ്യങ്ങൾ ചെയ്ത് അവസാനം വിദേശത്ത് നിന്നുള്ള
നിന്നുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ നമ്മളുടെ രാജ്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ ന്യൂഡൽഹിയിലെ ഓൾഡ് ഡൽഹി അടക്കം പഴയ സ്ഥലങ്ങളും അതേ ചേരി പ്രദേശങ്ങളും പാവപ്പെട്ടവർ അധിവസിക്കുന്ന സ്ഥലങ്ങളും ടാർപ്പാ കെട്ടിമറച്ചതുപോലെ അതേ നമ്മളുടെ ഉള്ളിൽ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളുകളിൽ നമ്മൾ അങ്ങനെ തീരുമാനിച്ചു വച്ചിരിക്കുകയാണ്. അതേ ഇവിടെ പാവപ്പെട്ടവരില്ല, ഇവിടെ ദരിദ്രരില്ല, ഇവിടെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരില്ല എന്ന് നമ്മൾ കരുതുകയാണ്. പക്ഷേ സഹോദരങ്ങളെ, ഒരുപാട് പേർ വളരെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഴിയുന്നുണ്ട്. ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ. അവരുടെ പരിശുദ്ധി കാരണം അവർ ചോദിക്കുകയില്ല. അവരുടെ പരിശുദ്ധി കാരണം അവർ ചോദിക്കുകയില്ല. നിങ്ങൾക്കവരെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ലാത്ത വിധം അവർ പരിശുദ്ധതയോടെ ആരോടും ചോദിക്കാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വേദനയോടെ പറയട്ടെ, ആ ആളുകൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ആ മരിക്കുന്നതിന് മുമ്പ് അവർ ക്രിസ്ത്യൻ ചർച്ചിലേക്കൊക്കെ പോയിരുന്നു. അതിന് ആളുകളൊക്കെ ഇപ്പോൾ ഇറക്കുന്നുണ്ട്. അവർ മരിക്കുന്നതിന് മുമ്പ് ആരാധനാലയങ്ങളിലേക്കൊക്കെ പോയി, പക്ഷേ എവിടെയും അവരെ സഹായിക്കപ്പെട്ടില്ല എന്നൊക്കെ. പക്ഷേ അവർ മരിക്കുന്നതിന് മുമ്പ് ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തിൻ്റെ ചർച്ചിൻ്റെ മുന്നിലേക്ക് അവർ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവസ്ഥ പറയുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളുടെ ഈ നെടുങ്കണ്ടം പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ കളക്ഷൻ എടുത്തപ്പോൾ ആ കത്തുമായിട്ട് വന്ന സഹോദരൻ്റെ കൂട്ടത്തിൽ ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞ ഒരു പേരുണ്ട്. അതെ, ഇവിടെ നമ്മളുടെ അടുത്ത സമീപ പ്രദേശത്ത് താമസിക്കുന്ന ഇതര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ. അദ്ദേഹം വന്നത് ഒരു ചർച്ചിൻ്റെയും കത്തുമായിട്ടല്ല. അദ്ദേഹം വന്നത് ഏതെങ്കിലും അമ്പലത്തിൻ്റെ സെക്രട്ടറിയുടെയോ പ്രസിഡന്റിൻ്റെയോ കത്തുമായിട്ടല്ല അദ്ദേഹം വന്നത്. പക്ഷേ ഇവിടെ അത് പറയുകയുണ്ടായി, അദ്ദേഹത്തിനെ സഹായിക്കണം, അതിനുവേണ്ടി നമ്മൾ ഇവിടെ കളക്ഷൻ എടുത്തു. അങ്ങനെ എല്ലാ സമയങ്ങളിലും ആവശ്യമുള്ളവർക്ക് അതേ അവരുടെ ആവശ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് സഹായങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഏതവസ്ഥയിലും എപ്പോൾ ചെന്നാലും എപ്പോൾ കടന്നു ചെന്നാലും മറ്റ് ഇതര സമുദായങ്ങളുടെ ആരാധനാലയങ്ങൾ തുറക്കപ്പെട്ടതായിക്കൊള്ളണമെന്നില്ല. പക്ഷേ സന്തോഷത്തോടെയും അതോടൊപ്പം തന്നെ ഈ സമൂഹത്തോടുള്ള അമിതമായ ആഗ്രഹവും വെച്ചുകൊണ്ട് പറയട്ടെ, സഹോദരങ്ങളെ, നിങ്ങളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുസ്ലിം ആരാധനാലയങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കും. അവിടെ എപ്പോഴും ആളുകളുണ്ടാകും. ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, എത്ര വക്കത്തിലാണ് നമ്മളുടെ ഈ അസീസ് ഉസ്താദ് എഴുന്നേറ്റ് നിന്ന്, ഞാൻ വന്നതിന് ശേഷം ഞാൻ കേട്ടിട്ടുണ്ട്, നമസ്കാരത്തിന് ശേഷം എഴുന്നേറ്റ് നിന്നിട്ട് ഒരു വ്യക്തിയുണ്ട് കേട്ടോ, അയാളൊരു യാത്രക്കാരനാണ് കേട്ടോ, അല്ലെങ്കിൽ അയാളുടെ കാശ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ, അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ നമ്മൾ സഹായം ചെയ്യണമെന്ന് പറയുന്ന എത്ര സംഭവങ്ങൾ. അവർ പള്ളിയിൽ നിന്ന് കത്തുകൊണ്ടുവന്നിട്ടാ, അവർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കത്തുകൊണ്ടുവന്നിട്ടാണോ പറയുന്നത്? അല്ല, അപ്പോഴത്തെ ആവശ്യം മനസ്സിലാക്കി കൃത്യമായിട്ടും മുസ്ലിം സമുദായം അത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കാറുണ്ട് എന്നുള്ളത് സന്തോഷം തന്നെയാണ്.